അടുത്ത പേപ്പർ വർക്കുകൾ അവിടെ നീക്കി വെച്ചിരിക്കും. ഒരു സ്റ്റേ എന്ന പൊസിഷനിലേക്ക് നമ്മൾ ആ സാധനത്തിനെ കൊണ്ട് നിർത്തും. പണിക്കാർ ജോലി പോകണം. ഒരു കുടുംബം, ഇത്രയും കുടുംബങ്ങളെ പട്ടിണിയാവണേ. അപ്പോൾ കോടതി ഒരിക്കലും അറിയില്ല നാളെ പൊട്ടിക്കുമെന്ന് പറയില്ല. അവിടെ നിന്ന് നമുക്ക് പിടിച്ച് കയറാനുള്ള തുമ്പ് കിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേജിന് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ അവന് പ്രതീക്ഷയായി. ഒരു പ്രതീക്ഷ കിട്ടും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അവന്റെ ആ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ അവന്റെ സെയിൽസിനാണ് പ്രശ്നമെങ്കിൽ സെയിൽസിനുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണോ സാറിന്റെ? അല്ല, അത് എന്തുകൊണ്ടാണ് പൊളിഞ്ഞതെന്ന് നമ്മൾ ആദ്യം നോക്കും. പരാജയത്തിന്റെ കാരണം കണ്ടെത്തും. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ചിലവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂവിന്റെ അടുത്ത് വന്നത്, ബാങ്ക് ഒരു കമ്പനീനെ ലോക്ക് ചെയ്തു. ഫർണിച്ചർ കമ്പനിയാണല്ലോ സാർ? അല്ല, ഒരു ഓയിൽ എക്സ്പോർട്ട് ഓയിൽ കമ്പനി, കോക്കനട്ട് ഓയിൽ ഓൾ ഇന്ത്യ കൊടുക്കുന്ന കമ്പനിയാണ്. പറഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾ സാധനം ജപ്തി ചെയ്യും. അത് ഓൾറെഡി റണ്ണിങ് ബിസിനസ് ആണ്. പക്ഷെ ഇതൊരു മാനേജറെ പിടിവാശി. അയാൾക്ക് കൊടുത്ത സമയം 15 ദിവസം കൊണ്ട് അയാൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് 1.5 കോടി അടച്ചിട്ട് ഒന്നാലും നിങ്ങൾക്ക് ടേക്ക് ഓവർ എടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ സീസ് ചെയ്യും. അപ്പൊ നമുക്ക് സത്യത്തിൽ അത് കേട്ടപ്പോൾ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞു എന്നോട്, വിജയ് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് മര്യാദ ടേൺ ഓവർ ഉണ്ട്. പക്ഷെ ഒരു ബാങ്കിങ്ങിനുള്ള 2-3 സ്റ്റാഫിന്റെ പിടിവാശിയുടെ പുറത്ത് ഇയാൾ സ്റ്റക്കാവാൻ പോവാ. ഒരിക്കലും പിന്നെ ബാങ്ക് ഈ നമ്മളൊക്കെ സാധാരണ ചെവിട്ടിൽ വെള്ളം പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് കിളിച്ച് കഴിയുക ചെയ്യാം. സത്യത്തിൽ ബാങ്ക് കുറച്ച് ഫൈനാൻസ് തൊട്ട് അയാൾ കടന്നു പോരും. പക്ഷെ ആ ബാങ്ക് ചെയ്യില്ല. അവരെ പറയാ സിസ്റ്റം എന്ന് പറഞ്ഞൊരു. അപ്പൊ ഞാൻ ആ സംഭവത്തിൽ അയാളെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ലാൻഡ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, ടേൺ ഓവർ ഉണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷെ അയാൾക്ക് ഒരു 10 ദിവസത്തേക്ക് ഒരു ഫണ്ട് വേണം. അയാൾക്ക് ആ ഫണ്ട് കൊടുക്കാൻ തയ്യാറായിട്ട്. പക്ഷെ ഈ 10 ദിവസത്തേക്കുള്ള ഫണ്ട് കൊടുക്കാൻ നോർമലി ഒരാളെ കിട്ടണ്ടേ നമുക്ക്? ഇതുപോലെ തകർന്നു നിൽക്കുന്ന ഒരാൾക്ക് ഫണ്ട് കൊടുക്കാൻ ആളുകളൊന്നും മടിക്കും. അവിടെ നമ്മുടെ ഒരു സഹകരണം അല്ലെങ്കിൽ സഹായം നമ്മൾ അതിനുള്ള പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കണം. സാർ, ഇതൊരു സംഘടനയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണോ ചെയ്യണേ, അല്ലെ സ്വന്തമായിട്ടാണോ? അല്ല, ഇതൊരു ഒറ്റയാൾ പട്ടാളം കളിയാണ്. ഞങ്ങളൊരു 1-2 വക്കീലുമാരും ഞാൻ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കൂട്ടിച്ചേർക്കും. ഇതിനകത്ത് സാർ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്? പൈസ ഇടപാടില്ല. അല്ല, ഞാൻ പെട്ടെന്ന് കേൾക്കുന്ന ആള് ചിലപ്പോൾ അങ്ങനെ പൈസ മേടിച്ചിട്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ABC ബിസിനസ്സിൽ പല ആൾക്കാരും ഇന്റർവ്യൂ സക്സസ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് വന്നു പോയിട്ടുണ്ട്. സാറിനെയും ശരിക്കും സാറിന്റെ ബിസിനസ് പരിചയപ്പെടുത്താനും ഒക്കെയാണ് ഞങ്ങൾ ഈ സെഗ്മെന്റ് ശരിക്കും ചോദിച്ചു തുടങ്ങിയത്. പക്ഷേ സാറുമായിട്ടുള്ള സംസാരത്തിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി